ഡാഷ്ബോർഡിൽ സ്പോൺസർ ഐ ഡി, സ്പോൺസർ നെയിം, യൂസർ ഐ ഡി, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, പാൻ, അഡ്രസ്, ബാങ്ക്, പ്രൊഫൈൽ ഇമേജ് തുടങ്ങിയവ കാണപ്പെടുന്നുണ്ട്. കൂടാതെ താഴെ സെൽഫ് ആക്ടിവേഷൻ എസ്.വി, സെൽഫ് റീപർച്ചേസ് എസ്.വി, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എസ്.വി മുതലായ എസ്.വികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മൈ റാങ്ക് എന്ന ഇടത്ത് റാങ്കും കാണിക്കപ്പെടും. രണ്ടാമത്തെ ഓപ്ഷനാണ് പ്രൊഫൈൽ. അവിടെ നിങ്ങൾക്ക് വ്യൂ എഡിറ്റ് പ്രൊഫൈൽ കാണാം. അവിടെ റൈറ്റ് സൈഡിൽ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണപ്പെടുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഫൈലിലുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കറക്റ്റായി പിൻകോഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് ഇതേ പോർട്ടലിൽ തന്നെ നോമിനി ഡീറ്റെയിൽസും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് ചേഞ്ച് പാസ്വേഡ്. ചേഞ്ച് പാസ്വേഡ് എന്ന ഈ ഓപ്ഷനിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പുതിയ പാസ്വേഡും വീണ്ടും കൺഫേം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുന്നതിന് ചൂസ് ഫയലിൽ നിങ്ങളുടെ ഇമേജ് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. കൂടാതെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് KYC ബാങ്ക് ഡീറ്റെയിൽസിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. KYC പാനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. KYC അഡ്രസ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ അഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും അവിടെ സാധ്യമാണ്. അടുത്ത ഓപ്ഷനാണ് ജീനിയോളജി. അവിടെ നിങ്ങൾക്ക് മൈ റെഫറൽസ് എന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. മൈ റെഫറൽസിൽ നിങ്ങൾ റെഫർ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കാണാം. അടുത്തതായുള്ളതാണ് വിഷ്വൽ ജീനിയോളജി ട്രീ. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീനിയോളജി ട്രീ കാണാം. അതിൽ റൈറ്റ് എസ്.വി, ലെഫ്റ്റ് എസ്.വി എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായി കാണുന്നുണ്ട്. കൂടാതെ താഴെ ജോയിൻ ഹിയർ എന്ന ഓപ്ഷനുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. കൂടാതെ ടാബുലർ ജീനിയോളജി ട്രീയുടെ റിപ്പോർട്ടും ബിസിനസ് റിപ്പോർട്ട് TBBയും ബിസിനസ് റിപ്പോർട്ട് ജനറേഷൻ ബോണസും ഇതേപോലെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് വാലറ്റ്. വാലറ്റിൽ നിങ്ങൾക്ക് വാലറ്റ് സമ്മറി, ക്രെഡിറ്റ് റിക്വസ്റ്റ് എന്നിവ കാണാം. ക്രെഡിറ്റ് റിക്വസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ക്രെഡിറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നതെന്ന്. ക്രെഡിറ്റ് റിക്വസ്റ്റുകൾ നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ക്രെഡിറ്റ് റിക്വസ്റ്റ് റിപ്പോർട്ട് നോക്കാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് മൈ ഓർഡേഴ്സ്. മൈ ഓർഡേഴ്സിൽ നിങ്ങൾക്ക് ID-യിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ നൗ കൊടുത്താൽ മാത്രം മതി. അതുമാത്രമല്ല നിങ്ങളുടെ ID-യിൽ വരുന്ന ഓർഡേഴ്സിൻ്റെ റിപ്പോർട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അവയുടെ നിലവിലുള്ള സ്റ്റാറ്റസ്, അവർ അയച്ചിട്ടുണ്ടോ, എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാറ്റസ്, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആ റിപ്പോർട്ട് പ്രകാരം ചെക്ക് ചെയ്യാവുന്നതാണ്. ടൂൾസ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ അവർ ബാങ്കേഴ്സ് ഡൗൺലോഡ്സ് മാത്രമാണ് വരുന്നത്. പേ ഔട്ട് മെനു, നിങ്ങൾക്ക് നിങ്ങളുടെ പേ ഔട്ട് ഡെയിലി ബേസിസിലാണോ വീക്ക്ലി ബേസിസിലാണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ടീം ബിൽഡിംഗ് ബോണസ്, നിങ്ങളുടെ റൈറ്റ് എസ്.വി, ലെഫ്റ്റ് എസ്.വി തുടങ്ങിയ ഡീറ്റെയിൽസ് അവിടെ കാണപ്പെടുന്നുണ്ട്. കൂടാതെ ഡെയിലി ബോണസ് റിപ്പോർട്ട്, ഡെയിലി പേയബിൾ റിപ്പോർട്ട്, വീക്ക്ലി പേയബിൾ റിപ്പോർട്ട്, മന്ത്ലി ബോണസ് റിപ്പോർട്ട്, മന്ത്ലി PB റിപ്പോർട്ട്, മന്ത്ലി പേയബിൾ റിപ്പോർട്ട് എന്നിവയും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. അവസാനത്തെ ഓപ്ഷനാണ് സപ്പോർട്ട് ടിക്കറ്റ്. സപ്പോർട്ട് ടിക്കറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്രിയേറ്റ് ന്യൂ ടിക്കറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ നേച്ചർ സെലക്ട് ചെയ്യാം. അതിനുശേഷം സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്ത് വല്ല മെസ്സേജസ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യാം.